ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജനുവരി 19, വിശുദ്ധ മാരിയൂസിന്റെ തിരുനാൾ. റോമിൽ ജനിച്ച് സ്വിറ്റ്സർലൻഡിൽ അവഞ്ചസ് എന്ന സ്ഥലത്ത് 574 മാരിയൂസ് മെത്രാനായെത്തി. 585 മെത്രാസനം കൂടുതൽ പ്രസിദ്ധമായ ലൊസൈൻ നഗരത്തിലേക്ക് മാറ്റപ്പെട്ടു. പഠനത്തിലും പ്രാർത്ഥനയിലും സ്വർണപ്പണിയിലും അദ്ദേഹം സമയം ചെലവഴിച്ചു. തിരുപ്പാത്രങ്ങൾ അദ്ദേഹം തന്നെ സ്വർണം കൊണ്ടുണ്ടാക്കുമായിരുന്നു. എപ്പോഴും കർമ്മനിരതനായ മാരിയൂസിന് അലസമായ സംഭാഷണങ്ങൾക്ക് സമയം കിട്ടിയിരുന്നില്ല. ലൊസൈനിലെ വിശുദ്ധ മേരിയുടെ ദേവാലയം പണി കഴിപ്പിച്ചതും കൂദാശ ചെയ്തതും മെത്രാനായ മാരിയൂസ് തന്നെയായിരുന്നു. 453 മുതൽ 581 വരെയുള്ള പ്രധാന സംഭവങ്ങളെ നാളാഗമം എന്ന പേരിൽ ഹ്രസ്വമായ ഒരു ഗ്രന്ഥം രചിച്ചത് 6ാം ശതാബ്ദത്തിലെ ചരിത്ര പഠനത്തിന് വളരെ ഉപകാരപ്രദമായി. ലൊസൈനിലെ ജനങ്ങൾ മാരിയൂസ് മരിച്ച നാൾ മുതൽ തന്നെ വിശുദ്ധനായി വന്ദിച്ചു പോന്നു. അലസ മസ്തിഷ്കം പിശാചിന്റെ പണിപ്പുരയാണ് എന്ന പഴമൊഴി നാം കേട്ടിട്ടുണ്ട്. അലസരായി മാറാതെ സദാ എന്തെങ്കിലും ജോലിയിൽ മുഴുകി നമുക്കും നമ്മുടെ ജീവിതങ്ങൾ വിശുദ്ധിയുള്ളതാക്കാൻ നിരന്തരം പ്രാർത്ഥനയിൽ മുഴുകാം. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.